ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ലഞ്ചിന് പറ്റിയ ഒരു അടിപൊളി കോംബോ ഉണ്ടല്ലോ. പ്രോൺസ് വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഒരു അടിപൊളി റൈസും ഉണ്ട്. അപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് പോകാം. 1/2 കിലോ പ്രോൺസ് ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് വേവിച്ചെടുക്കണം. ഒരു ലോ ഫ്ലെയിമിലിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക. ഇനി അത് ആ പാനിൽ നിന്ന് മാറ്റി വേറൊരു ബൗളിലേക്ക് ആക്കി എടുത്തു വെക്കുക. ഇനി വീണ്ടും 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ടതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മൾ ആ വേവിച്ച ചെമ്മീൻ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ഡ്രൈ ആയിട്ട് മതിയെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഒരല്പം നാരങ്ങ നീരും കൂടി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ആക്കുക. അപ്പോൾ ഒരല്പം ഗ്രേവിയോട് കൂടി റൈസിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. ചില്ലി റൈസാണ് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചത്. അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും 2 ടീസ്പൂൺ സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 2 ടീസ്പൂൺ സെസമി സീഡ്സ് വെളുത്ത എള്ളാണ്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് എല്ലാം കൂടി ആ ഓയിലിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് നേരത്തെ തന്നെ ഞാൻ റൈസ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ബാസ്മതി റൈസാണ്. 1.5 കപ്പ് റൈസ് വേവിച്ച് വെച്ചതാണ്. നിങ്ങൾക്ക് ചെറിയ അരി വെച്ച് വേണമെങ്കിൽ ചെയ്തെടുക്കാം, പക്ഷേ ബാസ്മതി അരി വെച്ച് ചെയ്തപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. ഇനി ഞാൻ ചോറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചില്ലി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. കുട്ടികൾക്ക് കൊടുക്കാനും ലഞ്ചിന് എടുക്കാനും ഒക്കെ പറ്റിയൊരു റൈസാണിത്. ഇനി ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സാലഡും കൂടി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് കുറച്ച് ലെറ്റ്യൂസ്, ഒരു കുക്കുംബർ കട്ട് ചെയ്തതും, ഒരു ചെറിയ ക്യാരറ്റ്, പിന്നെ വേവിച്ച സ്വീറ്റ് കോൺ ആണ്. ഇനി ഒരു ചെറിയ സവാള നീളത്തിൽ കട്ട് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി സാലഡ് ഡ്രസ്സിങ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ ഒട്ടും പുളിയില്ലാത്ത തൈര് എടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും 2 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും ഇനി ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാലഡാണിത്. ഇനി ഇത് നേരെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജീസിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ സാലഡിൽ കുറച്ച് ആപ്പിളും മാതളവും ഒക്കെ ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവും. കുട്ടികൾക്ക് വരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സാലഡ് റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് സെർവ് ചെയ്യാം. കുറച്ച് റൈസും പ്രോൺസും ആ സാലഡും ഒക്കെ ആയിട്ട് അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്തൊരു വീഡിയോയിൽ കാണാം.